അതിലേക്ക് വരാനുണ്ട്. പക്ഷേ അതിന് മുമ്പ് പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ കുരുവിപ്പുഴയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാക്ക് സ്നേഹമാണ്. സ്നേഹം എന്ന വാക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ടതും. മറ്റപ്പുറത്തെ എന്തുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് നമ്മൾ ആ സ്നേഹം എന്ന് പറയുന്ന വാക്കിനെ കൂടെ സ്നേഹിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മുമ്പ് നിർത്തേണ്ടത്. ഇപ്പോൾ ജെസ്സി എഴുതുന്ന സമയത്ത് ജെസ്സിക്കകത്ത് മറ്റൊരു തരത്തിലുള്ളൊരു ഒരു വിഷനുണ്ട്, ഒരു ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. എങ്ങനെയാണ് പെണ്ണിനെ കാണേണ്ടത് അതിനകത്തൊക്കെ അത് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടെ ഒരു സ്നേഹവും പ്രണയത്തെയൊക്കെ നമ്മൾ കൂട്ടുപിടിക്കുമ്പോൾ കുറച്ചുകൂടെ പൈങ്കിളി കവിതകളും കൂടെ നമുക്ക് വേണ്ടേ എന്നുള്ളതാണ്. ഒരു കവിത എങ്ങനെ ഉണ്ടായി വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതിനകത്തൊരു ആർജിത സംസ്കാരത്തിൻ്റെ പ്രശ്നമുണ്ട്. നമ്മൾ ആർജിക്കുന്ന ഒരു സംസ്കാരം അതിൻ്റെ പിന്നെ രചനയുടെ പിന്നിലുണ്ട്. അപ്പം നമ്മൾ എങ്ങനെ വിചാരിച്ചാലും അങ്ങനെ വരുള്ളൂ. എനിക്കൊരു 15-16 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ ഈ ജാതി വ്യവസ്ഥ സമ്പൂർണ്ണമായിട്ട് പോയി. ജാതി ബോധം പോയി, മതബോധം പോയി, ദൈവബോധം പോയി, ചെകുത്താൻ ബോധം പോയി. ഞാൻ സയൻസിൻ്റെ ഒരാളായിട്ട് മാറി. അതെൻ്റെ ആർജിത സംസ്കാരമാണ്. അതുകൊണ്ട് ആദ്യകാല കവിത, ഇപ്പം എൻ്റെ ആദ്യകാല കവിതയായിട്ട് പ്രിൻ്റ് ചെയ്ത് തന്നിട്ടുള്ളത് 74 ഞാൻ എഴുതിയ വീണകൽപ്പനക്കാരെന്നുള്ള കവിതയാണ്. ഇപ്പോൾ 50 വർഷമാകുന്നുണ്ട്. അപ്പോൾ ഈ 50 വർഷത്തിനിടയ്ക്ക് ഞാൻ എഴുതിയ ഏത് കവിത പരിശോധിച്ചാലും രജനീഷേ ദൈവത്തെയോ മതത്തെയോ ജാതിയെയോ വാഴ്ത്തുന്ന ഒരു വാക്കുപോലും ഉണ്ടാവില്ല. അതിനെയാണ് നമ്മൾ ആർജിത സംസ്കാരം എന്ന് പറയുന്നത്. നമ്മൾ ഏത് കടലിൽ കൊണ്ടുവന്നിട്ടാലും അങ്ങനെ നമ്മൾ പ്രതികരിക്കുകയുള്ളൂ. അതുകൊണ്ട് പൈങ്കിളി കവിതകൾ എങ്ങനെയുണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഞാനെഴുതിയ ഒരു പക്ഷേ പൈങ്കിളി ആയിരിക്കാം, എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് കൂടിയില്ല. പക്ഷേ ആർജിത സംസ്കാരം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ദിവസം പല്ലനയിൽ കേരള യൂണിവേഴ്സിറ്റി യൂണിയനിലെ സാഹിത്യ ക്യാമ്പ് പല്ലനയിൽ നടന്ന സമയത്ത് ആ നദി പല്ലനെ 6 ക്രോസ് ചെയ്ത സമയത്ത് ഗോപാലകൃഷ്ണൻ വീണ് മരിച്ചതിന് തൊട്ടിപ്പുറത്ത് വെള്ളം മുങ്ങി ഞാൻ ആ നദിയുടെ അടിയിൽ പോയതാണ്. ഞാൻ മുകളിലോട്ട് വന്ന സമയത്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഭാരവാഹികളാരും എന്നെ മുടി പിടിച്ച് രക്ഷപ്പെടുക. മരിച്ചേക്കെന്ന് വിചാരിച്ച സമയത്ത് ഞാൻ ആൾക്കൂടി വിളിച്ചത് അമ്മ എന്നുള്ളൊരു വാക്കാണ്. എന്തുകൊണ്ട് ഞാൻ ദൈവമേ എന്ന് വിളിച്ചില്ല? അപ്പോൾ അതെൻ്റെ ആർജിത സംസ്കാരമാണ്. ഇത്രയും 10 കൗമാരത്തിൻ്റെ ആരംഭകാലം തൊട്ടേ ഞാൻ ഇത്തരം അന്ധവിശ്വാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ മാറ്റി നിർത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പ്രതികരണം മാത്രമേ എൻ്റെ കയ്യിൽ നിന്ന് വരുള്ളൂ. എൻ്റെ മനസ്സിനകത്ത് പൈങ്കിളി കാണും, പൈങ്കിളിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും. ആ രീതിയിലുള്ള ഇതിനകത്തൊക്കെ വായിച്ചെടുക്കാൻ പറ്റുമായിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ സാധാരണഗതിയിലുള്ള കവികളൊക്കെ ഇത്തരം നമ്മൾ ലോക്കൽ എന്ന് വിളിക്കുന്ന സ്പേസുകളിൽ കാണാൻ പറ്റില്ല. പക്ഷേ കുരുവിപ്പുഴ എപ്പോഴും വിസിബിളാണ്. നമ്മൾ ഒരു ലോക്കലായിട്ടുള്ള ഒരു ഗ്രന്ഥശാലയുടെ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ അതിനകത്ത് കുരുവിപ്പുഴ കാണാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ നാട്ടിൽ. ഇത് ഒരു വിസിബിലിറ്റി എന്ന് പറയുന്നത് സത്യത്തിൽ ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നതാണോ? ഞാനൊരു സാധാരണ മനുഷ്യനാണ്. അവിടെയൊക്കെ പോയല്ലേ ഞാൻ കവിത വായിക്കുന്നത്. അതിന്റെ ഫലം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാര്യം ഈ പിന്നെ സംഘപരിവാർ എന്നെ ആക്രമിച്ചില്ല. ഒരു വായനശാലയുടെ മുമ്പിൽ ഞാൻ വർത്തമാനം പറഞ്ഞപ്പോഴാണ് ആക്രമിക്കുന്നത്. അപ്പോൾ അത് എന്നെ അവിടെ കിട്ടുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കാം. ഒരു പക്ഷേ വേറൊരു കവി അവിടെ കിട്ടുന്നില്ലായിരിക്കാം. ഈ ചെറിയൊരു വായനശാല, അതിൻ്റെ മുമ്പിൽ കുറച്ച് ചെറിയൊരാൾക്കൂട്ടം, അവിടെ നിന്ന് വർത്തമാനം പറയാൻ, അവിടെ നിന്ന് വർത്തമാനം പറയേണ്ടുന്ന ആവശ്യമാണ് നമ്മളെ സംഘം. മനുഷ്യരെ അവരോടാണല്ലോ നമുക്ക് പറയാനുള്ളത്. അത്ര പേര് കേൾക്കുന്നു എന്നുള്ളത് എനിക്ക് ഒരിക്കലും വിഷയമല്ല. ഞാൻ രാത്രിയിൽ കടലിനെ നോക്കി കവിത വായിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് മുമ്പിൽ കടൽ മാത്രമേ ഉള്ളൂ. മഹാസമുദ്രം, അലയടിച്ച് വരുന്ന മഹാസമുദ്രം, തിരുവനന്തപുരത്തേച്ച് കവിത വായിച്ചിട്ടുണ്ട്. കന്യാകുമാരിയിൽ എൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ രാത്രിയിലിരുന്നിട്ട് കടലിനെ നോക്കിയിട്ട് കവിത വായിച്ചിട്ടുണ്ട്. ആളെനിക്കൊരു വിഷയമേ അല്ല. അങ്ങനെ ആളുകളുണ്ടെങ്കിൽ തന്നെ നമ്മൾ കണ്ണാടിയിൽ നോക്കി എന്നെ നോക്കി കവിത വായിക്കുന്നു എന്നുള്ളൊരു കാര്യമാണത്തുള്ളത്. അത് മാത്രമല്ല, ഈ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടാണ്. ഞാനങ്ങനെ സംഘടിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അതായത് ചെറിയൊരു വായനശാല, അവിടെ മൈക്ക് ഉണ്ടാക്കണം, സ്റ്റേജ് ഉണ്ടാക്കണം, ഗസ്റ്റിനെ വിളിക്കാൻ പോകണം, അയാൾക്ക് വേണ്ട സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം, ജനങ്ങളെ സംഘടിപ്പിക്കണം, നോട്ടീസ് അടിക്കണം. ഇത്രയും കഷ്ടപ്പെട്ട അയാളുടെ ജീവിതത്തിലെ കുറേ ഭാഗം അതിനായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇത്രയും കഷ്ടപ്പെട്ട ഒരാൾ വായനശാലയുടെ മുമ്പിൽ കവിസമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ പോകണ്ടായോ? പോയില്ലേ എന്ത് തെറ്റല്ലേ? അത് പോകണം. തീർച്ചയായിട്ടും. അതേപോലെ തന്നെയാണ് വിമർശനം നടത്തുന്ന ഒരുപാട് കവിതകൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. മതവിമർശനത്തെ സംബന്ധിച്ച് ഒത്തിരി കവിതകളുണ്ട്. അതിൻ്റെ കവിതയുടെ പേര് ക്ഷേത്രപ്രവേശനം എന്നാണ്. വൈദ്യുതിയും മൈക്കും ബൾബും ഫോണും രസീത് ബുക്കിനുള്ള പേപ്പറും അച്ചടിയും ഷോർട്ട് സർക്യൂട്ട് ടിവിയും ഒളി ക്യാമറയും ബോർഡ് എഴുതാനുള്ള പെയിന്റും കണ്ടുപിടിച്ചത് അഹിന്ദുക്കൾ. ബോർഡ് നോക്കൂ, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. സത്യല്ലേ? ഇതല്ലേ വാസ്തവം? അമ്പലങ്ങളിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുക. അതെങ്ങനെ എഴുതി വയ്ക്കുക? ഈ പെയിന്റ് കൊണ്ട് എഴുതുമ്പോൾ ഓർക്കുന്നുണ്ട്, പെയിന്റ് ഹിന്ദുവിൻ്റെ പെയിന്റ് അല്ല, ഹിന്ദു അല്ല ഇത് കണ്ടുപിടിച്ചത്. ഈ ബ്രഷ് ഈ സംവിധാനം ഉണ്ടാക്കിയത് ഹിന്ദു അല്ല. പിന്നെന്താണ് അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നത്? അഹിന്ദു അല്ലേ ഇത് കണ്ടുപിടിച്ചത്? തെറ്റായിട്ടുള്ള കാര്യമല്ലേ അത്? അവർ ചെയ്യുന്നതിനകത്തുള്ള വൈദ്യുതിയും മൈക്കും ബൾബും ഫോണും രസീത് ബുക്കിനുള്ള പേപ്പറും അച്ചടിയും ടി വിയും ഒളി ക്യാമറയും ബോർഡ് എഴുതാനുള്ള പെയിൻറ്റും കണ്ടുപിടിച്ചത് ഹിന്ദുക്കൾ.
ബോർഡ് നോക്കുക ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. എന്തൊരു വിരോധാവസ്ഥയാണ്. എല്ലാവർക്കും പ്രവേശനം കൊടുക്കണം എവിടെയും. എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് ഈ മെക്കയിൽ ഒന്ന് പോകണമെന്നായിരുന്നു. അതിൽ കാര്യം വെച്ചാൽ മെക്ക ഒരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. വെറും ഒരു ആത്മീയ സാന്നിധ്യമുള്ള ഒരു സ്ഥലം മാത്രമല്ല അത്. നമ്മൾ നബിയെക്കുറിച്ച് വായിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമുക്കത് കാണണമെന്ന് തോന്നും. ഞാൻ ഈ ജിദ്ദയിൽ പോയി എത്തിയിട്ട് ഈ മെക്കയിലേക്കുള്ള ആ വാതിൽ വരെ ചെന്ന് ആ ഗേറ്റിൽ ചെന്ന് നിന്ന് എനിക്ക് അങ്ങോട്ട് കയറാൻ പോയില്ല. അവിടെ എഴുതിയിട്ടുണ്ട് മുസ്ലിങ്ങൾ പ്രവേശനമില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് മാത്രം, മറ്റുള്ളവർക്ക് വേറൊരു വഴിയാണ് അടിച്ചത്. നരകത്തിലേക്കുള്ള വഴി എന്നാണ് പറയുന്നത്, അത് സ്വർഗത്തിലേക്കുള്ള വഴി. അത് ഒരു ശരിയുള്ളൊരു കാര്യമല്ല. ആർക്കും എവിടെയും പ്രവേശിക്കാൻ സാധിക്കണം. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ സാധിക്കണം എന്ന് പറയുന്നത് പോലെ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്ന സ്ത്രീകൾക്ക് വെറുതെ ഗുണവുമില്ല. പക്ഷേ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നമ്മൾ തടയാൻ പാടില്ല, കൗതുകങ്ങൾ നമ്മൾ തടയാൻ പാടില്ല. അവിടെ നിന്ന് എന്താണ് കാണാൻ കഴിയുന്നത് അതൊക്കെ നമ്മൾ പൊന്നമ്പലം വീട്ടിൽ പോകാൻ എല്ലാവരെയും അനുവദിക്കണം. അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാവർക്കും പോകാനുള്ള അനുവാദം ഉണ്ടായിരിക്കണം. അല്ല, ആ വിശ്വാസത്തെ പിന്തുടർന്ന് പോകാമെന്നാണ് അവരുടെയൊക്കെ ഒരു അതുപോലെ അങ്ങനെ ആ വിശ്വാസത്തിൻ്റെ പേരിലായിരിക്കുന്നത് പോകുന്നത്. ചരിത്രവും വിശ്വാസവും തമ്മിൽ ബന്ധമില്ലല്ലോ. ഇപ്പോൾ ചുമ്മാറി ചൂണ്ടലിനെ കുറിച്ച് കൃഷ്ണനാരായണ നമ്പൂതിരി ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. ചുമ്മാറി ചൂണ്ടൽ ചരിത്ര ഇതുപോലുള്ള അന്വേഷണങ്ങൾ, മിത്തോളജിയെക്കുറിച്ച് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയിരുന്ന ഒരാളാണ്. പുള്ളി ഗുരുവായൂർ അമ്പലത്തിനകത്ത് കയറി ഇന്നത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കയറിയപ്പോൾ അത് തന്നെ ശിഷ്യൻ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞാൽ ഇദ്ദേഹം ഹിന്ദു അല്ല, അത് കാരണം അങ്ങനെ പുറത്താക്കി അവിടെ ശുദ്ധിദർശനം നടത്താനുള്ള പൈസ ഈടാക്കി എല്ലാം ചെയ്തു. കൃഷ്ണനാരായണ നമ്പൂതിരി സാർ എന്നോട് പറഞ്ഞത്, പുള്ളി ഈ ആര്യസമാജത്തിൽ ചെന്നിട്ട് ഹിന്ദുവായിട്ടൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് കൈ വെച്ചിട്ട് ഈ സർട്ടിഫിക്കറ്റ് ബാഗിൽ വെച്ചിട്ടാണ് പിന്നീട് ഗുരുവായൂർ പോയത്. അപ്പോൾ ആരെങ്കിലും പിടിക്കാന്നുണ്ടെങ്കിൽ ഇതെടുത്ത് കാണിക്കാം. ആക്ച്വലി പുള്ളി ചുമ്മാറിയോണ്ട് തന്നെയാണ് ഇത്രയുള്ള ഇതിനകത്ത് അർത്ഥം. മതം എന്ന് പറഞ്ഞാൽ അത് ഇത്രയേ അതിൻ്റെ അർത്ഥമുള്ളൂ. വേറെ എന്ത് വിശ്വാസം? ഈ ഭക്തിഗാനങ്ങളിൽ ഇപ്പോൾ ദാസേട്ടൻ്റെ പാട്ടുകൾ ഏറ്റവും ബെസ്റ്റാണ്. പുള്ളിക്ക് ഈ പറയുന്ന ഇടങ്ങളിലേക്ക് കയറാനുള്ള ബുദ്ധിമുട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴും സാധ്യമാവാത്തൊരു കാര്യമാണ്. അപ്പം നമ്മൾ ഇതിനകത്തൊക്കെ എന്താണ് അർത്ഥമാക്കുന്നത്, ആ കാര്യത്തെ മനുഷ്യർ അട്ടിമറിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്, ഇല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നമ്മളത് വായിക്കേണ്ടത്? എന്തായാലും ദൈവത്തിനകത്ത് പങ്കൊന്നുമില്ല. ദൈവം എന്നൊരു സങ്കല്പമല്ലേ. ദൈവത്തിന് യേശുദാസല്ല, അവിടെ പട്ടിയും പൂച്ചയും എല്ലാം കയറുന്നത് യേശുദാസ് കുഴപ്പമെന്നാണ് ഒരു വിഷയമേ അല്ല. മനുഷ്യനുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. മനുഷ്യൻ്റെ മനസ്സിൽ മനുഷ്യരെല്ലാം ഒന്നല്ല, മനുഷ്യർ വേറെയാണ് എന്നുള്ള ഒരു വിഭാഗീയത ഉള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും യേശുദാസിന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനകത്ത് കയറി അദ്ദേഹത്തിന് അതിനകത്ത് കയറി കാണുന്നത്. യേശുദാസിന് കയറാൻ പറ്റില്ല. പൂക്കാസയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന പിന്നെ യു ഖാദറിന് കയറാൻ പറ്റിയിട്ടില്ല. ചെമ്മന ചാക്കോയ്ക്ക് കയറാൻ പറ്റിയിട്ടില്ല. അവിശ്വാസിയായ എന്നെ ഒരു പക്ഷേ കയറ്റി തരുന്നില്ല. അതൊക്കെ സങ്കുചിത മനസ്സാണ്. അങ്ങനെയൊന്നും ആകരുത്. അപ്പോൾ കൃഷ്ണാട്ടം കാണാൻ എന്താണ് മാർഗം? കൃഷ്ണാട്ടം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ മാത്രമേ ഉള്ളൂ. രാമനാട്ടത്തിന് മുമ്പേ, കഥകളിക്ക് മുമ്പേ ഉണ്ടായൊരു കലാരൂപമാണ്. ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ കയറിയേ കാണാൻ പറ്റുള്ളൂ. ഗുരുവായൂർ അമ്പലത്തിൽ വേറെ ആർക്കും പ്രവേശനമില്ല. എങ്ങനെയാണ്? അതൊക്കെ സങ്കുചിതമായ കാര്യങ്ങളാണ്. എല്ലാ വാതായനങ്ങളും, ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലെയും വാതായനങ്ങൾ എല്ലാവർക്കും തുറന്നു കൊടുക്കണം. കേരളത്തിലുണ്ട് ഇങ്ങനെയുള്ള വേറെ. പിന്നെ ഇപ്പോൾ പൊയ്യലപ്പച്ചൻ്റെ വീട് കാണാൻ എല്ലാവർക്കും സാധിക്കില്ല. PRDS അംഗങ്ങൾക്ക് മാത്രമേ അതിനകത്ത് പ്രവേശനമുള്ളൂ. നമ്മളൊക്കെ പൊയ്യലപ്പച്ചൻ എത്ര ആരാധനയോടെയാണ് കാണുന്നത്. അത് തന്നെ സാമൂഹിക പരിഷ്കരണ പരിശ്രമങ്ങൾ. കാസർഗോഡ് തിരുവനന്തപുരം വരെ ഞാൻ ജാഥ നടത്തിയിരുന്നല്ലോ, മതാതീത സാംസ്കാരിക യാത്ര എന്ന് പറഞ്ഞിട്ട്. അന്ന് ഈ പൊയ്യലപ്പച്ചൻ്റെ പാട്ടുകൾ, ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്ന പാട്ടുകളാണ് ഞാൻ എല്ലായിടും ചൊല്ലിയിരുന്നത്. പൊയ്യലപ്പച്ചനെ കുറിച്ച് ഞാൻ നടത്തിയൊരു വർത്തമാനം യൂട്യൂബിൽ കിട്ടുകയും ചെയ്യും. പക്ഷേ അതിനുള്ളിൽ എനിക്ക് പ്രവേശനമില്ല. എനിക്കെന്നല്ല, ആ ഒരു വിശ്വാസധാരയിൽ പോകാത്ത, നേരത്തെ രജനീഷ് പറഞ്ഞാണ്, ആ ഒരു വിശ്വാസധാരയിൽ എത്താത്ത ആർക്കും പ്രവേശനമില്ല. അപ്പോൾ ആ വിശ്വാസധാരയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പം മക്കയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിം ആവണം, ഇവിടെ പോകണമെന്നുണ്ടെങ്കിൽ PRS കയറണം, ഗുരുവായൂർ കയറണമെന്നുണ്ടെങ്കിൽ ഹിന്ദു മതത്തിൽ കയറണം. ഒരു മനുഷ്യന് എത്ര മാറണമെന്നാണ് പറയുന്നത്?